إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق رسولنا العظيم. ബഹുമാനാദരവ് നിറഞ്ഞ പണ്ഡിതന്മാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കളെ, സുദീർഘമായ പ്രസംഗവും ആശംസയും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തങ്ങളോട് പോകാന്ന് പറഞ്ഞാണ്, എഴുന്നേറ്റിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷെ തങ്ങൾ വിളിച്ചപ്പോ ഒന്ന് തുടങ്ങി പോകുക എന്നേ ഉള്ളൂ. പ്രധാന വിഷയം ഇസ്വൈസിന്റെ സമസ്ത കേരള സുന്നികളുടെ സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമാണ് നാം ഇവിടെ സമ്മേളിച്ചത്. നമുക്കറിയാം, 60 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റിയ സംഘടന നാം മാത്രമേ ഉള്ളൂ. സ്ഥാപിത കാലം മുതൽക്ക് തന്നെ അതിന്റെ നേതൃത്വം വഹിക്കുന്ന മഹാനായ എം എ ഉസ്താദ് നൂറുൽ ഉലമ, അല്ലാഹു ദീർഘായുസ്സ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവര് നേതൃത്വം നൽകുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന. നൂറുൽ ഉലമയാണ് ഈ നമ്മുടെ സംഘത്തിന്റെ മാതൃസംഘടനയായ സമസ്ത കേരള ജമിഅത്തുൽ അതിന്റെ സമുന്നത നേതാവായ അതിന്റെ പ്രസിഡന്റ് മഹാനായ എം എ ഉസ്താദ്. ആ ഉസ്താദാണ്, എം എ ഉസ്താദാണ് ഇസ്വൈസിന്റെ അതിന്റെ രൂപീകൃത കാലം മുതൽക്ക് തന്നെ നേതൃത്വം വഹിച്ചിരുന്നത്. ഒരുപാട് കാലത്തെ നേതൃത്വം വഹിച്ചിരുന്നത് മഹാനായ എം എ ഉസ്താദാണ്. ഇപ്പോഴും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ 60ന്റെ പാരമ്പര്യത്തിൽ നിന്ന് 60ാം വാർഷികം ആധികാരികമായി ആഘോഷിക്കേണ്ടവർ, അതിനുള്ള അർഹതയുള്ളവർ നാം മാത്രമാണ് എന്ന് ഞാനും നിങ്ങളും എല്ലാവരും വിശ്വസിക്കുന്നവർ തന്നെയാണ്. അത് നമുക്ക് ശരിയായ ബോധ്യവുമുണ്ട്. മറ്റൊരു കൂട്ടരെ പറ്റി പറയേണ്ടതില്ല. എന്നോ തട്ടിക്കൂട്ടിയതായ കേവലം ഇസ്വൈസ് സുന്നിയുടെ സംഘം മാത്രം, സമസ്ത കേരള സുന്നിയുടെ സംഘം എന്ന ആധികാരിക സംഘം അതാണല്ലോ. ചുരുക്കപേരായിട്ട് നാമും ഇസ്വൈസ് എന്ന് പറയാറുണ്ടെങ്കിലും നാം സമസ്ത കേരള സുന്നിയുടെ സംഘമാണ്. അതാണ് ശരിയായ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടന. അത് അന്ന് മുതൽക്ക് ഇന്നേ വരെ നാം അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നേതാക്കൾ അവർ മറ്റുള്ളവർ കേവലം പടച്ചുണ്ടാക്കിയ ഒരു വികാരത്തിന് വേണ്ടി ഒരു പ്രത്യേക നിമിഷത്തിൽ സാഹചര്യത്തിൽ പടച്ചുണ്ടാക്കിയ സുന്നിയുടെ സംഘം മാത്രമാണ് ഇസ്വൈസ്. അതിന് 60 പോയിട്ട് എത്ര വർഷമായി എന്നുള്ളത് നാം അത് ഇപ്പോൾ വിലയിരുത്തുന്നില്ല. നമുക്കറിയാം അതിനെ സംബന്ധിച്ച്. അത് മറ്റുള്ള എല്ലാം നടത്തുന്ന പോലെ തന്നെ കേവലം ഒരു പരിപാടി എന്നത് നമ്മെ എതിർക്കുന്ന നേതാക്കന്മാരെ ചീത്ത പറയാനുള്ള കേവലം ഒരു പരിപാടി മാത്രമായി ചുരുങ്ങിപ്പോയി. അതാരും അറിഞ്ഞിട്ടുമില്ല. അത് നടന്നത് തന്നെ നമുക്കാർക്കും ശരിക്കും അറിയുന്നില്ല. എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നറിയാത്ത ഒരു വാർഷികമായിരുന്നു. ഞാൻ പരത്തി പറയുന്നില്ല. നമ്മുടെ സമ്മേളനം അങ്ങനെയല്ല. ശരിയായിട്ട് അത് ശരിയായ ഒരു പ്രമേയത്തിലൂടെ വളരെയധികം ആസൂത്രിതമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ വളരെ മുമ്പ് തന്നെ നാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കർമ്മ പദ്ധതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ സമ്മേളനം നമ്മുടെ ജില്ലയിലാണ് വരുന്നത്. നമ്മുടെ ജില്ല, നമ്മുടെ കോട്ടക്കൽ, നമ്മുടെ പരിസരത്താണ് ആ സമ്മേളനം വരുന്നത്. അത് വമ്പിച്ച വിജയമാക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കുക. പ്രത്യേകിച്ച് ഉലമായ, ഉസ്താദുമാരായ, മുഅല്ലിമീങ്ങളായ നിങ്ങളോട് അല്ലെങ്കിൽ നമ്മോട് നമുക്ക് പറയുവാനുള്ളത്, എല്ലാവരും ഏത് സമ്മേളനം, സമസ്തയുടേതായാലും ഇസ്ലാമിന്റേതായാലും നല്ലൊരു നമുക്ക് ഏറ്റവും അടിയുറപ്പുള്ള കെട്ടുറപ്പുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് മുഅല്ലിമീങ്ങൾക്ക് സാധിക്കുന്ന അത്ര മറ്റാർക്കും സാധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കുട്ടികളിൽ കൂടിയും അവർ താമസിക്കുന്ന പഠിപ്പിക്കുന്ന മദ്രസയിൽ കൂടിയും തന്നെ ഒരുപാട് സ്വാധീനമുള്ളവരാണ് മുഅല്ലിമീങ്ങൾ. മുദ്രിസുമാരെ പോലെയോ മറ്റ് സംഘടനാ പ്രവർത്തന പോലെയല്ല, എല്ലാ രക്ഷിതാക്കളുമായി ഏറ്റവും ചുരുക്കി ബന്ധപ്പെടാൻ പറ്റിയ സാഹചര്യത്തിൽ ആ ഉമ്മമാരുമായിട്ട് വരെ ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ കാര്യത്തിലെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കൂടി നമ്മുടെ സമ്മേളനം എല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുവാനും അത് വിജയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ മുഅല്ലിം സുഹൃത്തുക്കൾക്ക്, ഉസ്താദന്മാർക്കുണ്ട്. ആ കാര്യം നിങ്ങൾ എല്ലാവരും എന്നേക്കാൾ കൂടുതൽ ബോധവാന്മാരാണെന്ന് എനിക്കറിയാം. ഞാൻ ഉണർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ കാര്യം നമ്മെ കൊണ്ട്
കഴിയുന്ന എല്ലാ നിലക്കുള്ള പ്രവർത്തനം നടത്തി സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഉണർത്തി തൽക്കാലം ഞാൻ നിർത്തുന്നു, ഇവിടെ വാങ്ങുന്നു. വാഹൃദ എല്ലാവിധ ആശംസകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.